ഹലോ, കൊള്ളാവോ അമ്മ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? മതിയാ? ഇലയപ്പം കഴിച്ചാ? എന്ത് നല്ല മഴയല്ലേ? ഇവിടെ ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയാണ്. എനിക്ക് തോന്നുന്നു മറ്റു ജില്ലകളിലും മഴ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കർക്കിടകം മഴയാണല്ലോ. സോ അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മഴയത്ത് ആശാട്ടിക്ക് ഒരു കൊതി ഇലയപ്പം കഴിക്കണമെന്ന്. ഞാൻ അങ്ങനെ പിന്നെ വിഭവ സമ്പ്രദായമായിട്ട് ഇലയപ്പം പറഞ്ഞപ്പോ പിന്നെ ഇതിന് നമ്മൾ തെരളിയപ്പം എന്നാ പറയണേ കേട്ടോ. ഇലയപ്പവും തെരളിയപ്പം അതാ ഞങ്ങൾ പറയണേ. നിങ്ങളുടെ നാട്ടിൽ എന്താന്നുള്ള കമന്റ് ചെയ്തേക്കാം. സോ അപ്പോ നമ്മുടെ മാറ്ററിലോട്ട് വരാം. എനിക്കറിയാം നിങ്ങളെ എല്ലാവരും ആകാംക്ഷയായിട്ട് അമ്മയുടെ കഥ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്താണ് അമ്മയുടെ കഥയെന്ന് കേൾക്കാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയുടെ കഥ ഫുള്ള് പറയുന്ന ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ തീരില്ല. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു പാർട്ട് പറയാം കേട്ടോ. അതിനു മുന്നേ ആദ്യമേ ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്തേക്കുക. ഓക്കെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഒരു അതിർവരമ്പില്ലാണ്ട് എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് 2019 കഥയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അമ്മയുടെ ഫുള്ളി വീഡിയോ എടുക്കാനായിട്ട് ഒരു ദിവസം പോരാ. സോ നമുക്ക് കുറച്ച് വേറെ ബോട്ട് അതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു 2019 ഇതേപോലത്തെ ഒരു സായാഹ്നം, ഇതുപോലെ മഴയൊക്കെ ഉള്ള നല്ലൊരു ഈവനിങ് ആയിരുന്നു അന്ന്. അപ്പോ എന്റെ മോൻ 2017 ജനിച്ചത്. 2019 മോന് 2 വയസ്സാവാനായിട്ട് പോകുന്നു. ആ ഒരു ഡ്യൂറേഷനാണ്. അപ്പോ അന്ന് ഇതുപോലെ നിറയെ മുറിയൊക്കെ ഉള്ളൊരു വലിയ വീടാട്ടോ, വലിയ തറവാട്. ഇവരുടെ അപ്പൂപ്പന്റെ ഒക്കെ പഴക്കമുള്ള വീടാ. അപ്പോഴത്തേക്കും എങ്ങനെയും 100 വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാവും. ആ വീട് ഫ്രണ്ടിലുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലാവുണ്ട്. അപ്പൊ അന്നെന്ന് പറയുന്നത് നമ്മൾ ഈ വീട് വച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയമാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഈ പ്ലാവ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങള് തുണിക്കല്ല് ഇവിടെ വീടിന്റെ ഫ്രണ്ടിലായിരുന്നു. കാരണം ശോഭനാമ്മയുടെ വീടിന്റെ പുറകിലായിരുന്നു അവരുടെ ടോയ്ലറ്റ് വരുന്നത്. അപ്പൊ അതിനോട് നിയർ ബൈ ആയിട്ട് ഞങ്ങൾ തുണിക്കല്ലൊക്കെ ചെയ്ത് അങ്ങനെ ഈ ഒരു ഭാഗത്തായിരുന്നു എല്ലാം ഉള്ളത്. അപ്പൊ ഇവിടെയൊക്കെ കാടൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. ഞാൻ പതിയെ കാടൊക്കെ വൃത്തിയാക്കിയത്. അങ്ങനെ ഒരു ദിവസം ഒരു വൈകുന്നേരം ഇതുപോലെ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോ മോൻ അന്നത്ര 1.25 വയസ്സ് അത്രേ വരുള്ളൂ. 1.25 വയസ്സുള്ള കുഞ്ഞിന് എത്ര അറിവുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പൊ ഞാൻ തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ മോന് അവിടെ എന്റെ സൈഡിൽ നിന്ന്, അവിടെ നിറയെ ഞാൻ ചെടി നട്ടിട്ടുണ്ടായിരുന്നു. സൂര്യകാന്തി പൂ നിറച്ച് പൂത്ത് നിൽക്കായിരുന്നു. അപ്പൊ അത് പൂ ഇങ്ങനെ പിച്ച് കളയണുണ്ട്. അപ്പൊ ഞാൻ തുണി കഴുകുന്നതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, മോനെ പിച്ച് കളയരുതേ, വിളക്ക് കത്തിക്കുമ്പോ വെക്കാനുള്ളതാണ്, പിച്ച് കളയല്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതേപോലെ അതിന് തൊട്ടടുത്ത് കസേരയിട്ട് ആശാട്ടി ഇരിപ്പുണ്ട്. അപ്പൊ കുറെ തവണ ഞാൻ എടാ പിച്ച് കളയരുത് എന്ന് പറയുന്നുണ്ട്. 1.25 വയസ്സുള്ള കുഞ്ഞല്ലേ, അവൻ എത്ര നോളജ് ഉണ്ട്, അവൻ എന്ത് ചെയ്ത് എന്നെ ഞാൻ പറയുന്നത് കേൾക്കാണ്ട് വീണ്ടും പിച്ച് കളയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ യാദൃശികമായിട്ട് നോക്കിയപ്പം ഈ അമ്മ ഇരുന്ന് അടക്കോഴി പെരുവൂലേ, അതുമാതിരി ഇരുന്ന് പെരുവണുണ്ട്. അപ്പോ ചേട്ടൻ അതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ വയലൻസ്. ഞാൻ ഈ കേൾവിയുള്ളൂ, കണ്ടിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒരിക്കൽ പോലും എനിക്കൊരു എന്താ പറയാ ഒരു പ്രിക്കോഷൻ എടുക്കാനുള്ള ഒരു കാഴ്ച എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. അമ്മ ദേഷ്യം വരുന്നു, എല്ലാരെയും പോലെ കിടന്ന് ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ അടിക്കും എന്നൊക്കെ അല്ലാണ്ട് നമുക്ക് വേറൊന്നും അറിയത്തില്ല. സോ അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുൻകരുതൽ വേണം എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുള്ള അപ്പൊ അമ്മ ആ ഡ്യൂറേഷനിലൊന്നും ഇവിടെ ഇല്ല. അമ്മ എപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരുള്ളൂ. അങ്ങനത്തെ ഒരു പീരീഡ് ആയിരുന്നു. അപ്പൊ നല്ല ആരോഗ്യമുള്ള പീരീഡാ. അങ്ങനെ എന്ത് ചെയ്തു, അമ്മ ഇരുന്ന് പെരുവന്ന്. അപ്പൊ ഞാൻ വക വെച്ചില്ല, കാര്യം അവര് പെരുവിട്ടെ അതിന്റെ ഭാഗത്തുള്ള മക്കളെ കഴിച്ചോ, അതിന്റെ ഒരു ഭാഗമായിരിക്കും അത്. അമ്മ ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് പോകുന്നു കരുതി ഒരു 2-3 വട്ടം അമ്മ ചെറുക്ക പൂവർക്കല് ചെറുക്ക എന്ന് പറയുന്നുണ്ട്. അവൻ എവിടെ കേൾക്കാൻ, അവൻ കേട്ടില്ല. അയ്യോ, കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് ഈ അമ്മ കസേരയൊന്ന് ചാടി എണീച്ചിട്ട് ഓടിപ്പോയി. അന്ന് ഞാൻ പറഞ്ഞില്ല വീട് പണി കഴിഞ്ഞ സമയമാണ്. നമ്മുടെ വീടിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടികയുടെയും ചുടുകല്ലിന്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു കല്ലെടുത്തോണ്ട് വന്നിട്ട് ഇവനെ എന്തോ ചെയ്യാനാണ്, എനിക്ക് മനസ്സിലായി അവരെന്തോ ചെയ്യാനായിട്ട് വരുന്നതാണെന്ന്. അമ്മ ആ ഓടി വരുന്നത്, അതായത് ഒരു നോർമൽ മനുഷ്യന്റെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അമ്മ പോയിട്ട് ആ ഓടി തിരിച്ചു വരുന്ന ഡ്യൂറേഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തോ ഒരു അപകടമാണെന്ന് മനസ്സിലായി. ഞാൻ ഓടി ചെന്ന് മോനെ ഇങ്ങ് എടുത്തപ്പോഴത്തേക്കും കയ്യിലൊരു കല്ല്. ആ കല്ലുമായിട്ട് ഞങ്ങളെ ഇവിടെ എറിയാനായിട്ട് ഓടിച്ചു. അന്ന് ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ കാടാണ്, ഓടാൻ പോലും സ്ഥലമില്ല, ഇങ്ങനെ ചുറ്റി വരാനുള്ള ഡ്യൂറേഷൻ ഇല്ല. ഇവിടെ സാധനങ്ങൾ വാരി കൂട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഓടുന്നു, ഇതിന്റെ ഇടയിൽ കൂടെ ഓടുന്നു, വിളിച്ചോണ്ടാ ഓടണേ. അപ്പൊ ഈ 4 ഭാഗത്തുള്ള ആൾക്കാരും അവരവരുടെ കാര്യങ്ങൾ, ഇപ്പൊ തുണി പറക്കാനാണെങ്കിലും അല്ലെങ്കിൽ വിളി കേട്ടിട്ടൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ആരെ കുറ്റം പറയാൻ
പറയാൻ പറ്റില്ല. ആരും പിന്നെ 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 ഞാൻ അമ്മയെ മനസ്സിലാക്കിയപ്പോ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അന്ന് പ്രതികരിക്കാതിരുന്നത്. അപ്പം എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുന്ന, ആരും പ്രതികരിക്കുന്നില്ല. അപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി കേട്ടോ. സഹായിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ അമ്മ എന്താണെന്ന് അറിയാന്നുള്ളത് കൊണ്ടും പിന്നെയുള്ള ആഫ്റ്റർ എഫക്ട് അറിയാന്നുള്ളത് കൊണ്ട് ആരും പ്രതികരിച്ചില്ല. എല്ലാവർക്കും നല്ല വിഷമോ വേദനയൊക്കെ ഉണ്ടായിരുന്നു. കാര്യം അങ്ങനെ ആയിരുന്നു എന്റെ വിളിയും, അങ്ങനെയായിരുന്നു എന്റെ കാഴ്ചയും ഒക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ ഒരു ഈവനിങ് സമയമാണ്. അന്ന് ചേട്ടന്റെ സൈറ്റ് മുക്കോല അടുത്താണ്. അപ്പൊ ചേട്ടൻ വരുന്ന സമയത്ത് ഗേറ്റിന്റെ പുറത്ത് മുഴുവൻ ആൾക്കൂട്ടം. അപ്പൊ അതിൽ ആരോ പറയുന്നുണ്ടെന്നോ, എടാ അവൾ എന്തൊക്കെ ചെയ്യണം തോന്നി ചെല്ലുന്നു. അപ്പൊ ചേട്ടൻ ഓടി വന്ന് പിന്നെ ഒരു 5-10 മിനിറ്റ് എന്ന് പറയുന്നത് ഈ അമ്മയും ചേട്ടനും കൂടെ എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല. രണ്ടുപേരുടെ ദേഹത്ത് നിറയെ മുറിവൊക്കെ ആയി. അങ്ങനെയാണ് പിന്തിരിപ്പിക്കാൻ ചേട്ടനെ പറ്റിയത്. അത്രയ്ക്കും മുറിവും ഒക്കെ ആയി. അപ്പൊ ഇവര് സാഹസം നടക്കുന്ന സമയത്ത് ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അത്രയ്ക്കും ഭയാനകമായിരുന്ന ഒരു രൂപമാണ്. അപ്പം നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പാവൂല്ലേ എന്നുള്ളത്. എന്ന് വെച്ചാൽ അമ്മയുടെ നെഗറ്റീവ് പറയാനോ ആർഗ്യൂ ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെയും ഭയങ്കര ഇഷ്ടത്തോടെ കണ്ട ഒരാളുടെ നെഗറ്റീവ് പറയുന്നു. നെഗറ്റീവ് അല്ല, ഇതിന്റെ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കണ്ടന്റിലോട്ട് വരുവാണ്. പലരും പറയുന്നുണ്ട് പാവമായ അമ്മ എന്ന്. ശരി തന്നെയാണ്, അമ്മ പാവമാണ്. അത് അമ്മ ഇപ്പോഴാണ് പാവമായത്. അമ്മ ഇങ്ങനെ ആയിരുന്നില്ല. അമ്മ ഈ പാവം ലെവലിലെത്താൻ ഞാനും എന്റെ ചേട്ടനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ എന്തുകൊണ്ട് അമ്മയുടെ നെഗറ്റീവ്സും കൂടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ യൂട്യൂബിലാണെങ്കിലോ ഫേസ്ബുക്കിലാണെങ്കിലോ നിങ്ങൾ കമന്റ്സ് കണ്ടിട്ടുണ്ടാവും. അമ്മയെ അറിയാം, അമ്മയുടെ വയലൻസ് അറിയാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇത്രയും പാവമായ അമ്മയ്ക്ക് വയലൻസ് ഉണ്ടോ, നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കും. അപ്പൊ അത് സത്യമാണ്. കാരണം അവർ പറഞ്ഞതൊക്കെ ജെന്യൂൻ ആണ്. ഇപ്പം ഈ ഇടയ്ക്ക് ഞാനൊരു ഇത് കണ്ടായിരുന്നു. ഞാൻ ശോഭനയുടെ ക്രോണിക് വാർഡ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ചേച്ചി, മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു ചേച്ചി കമന്റ് ഇട്ടിരുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി. കാരണം അമ്മയെ അറിയാന്നുള്ളവർ കമന്റ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കമന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അമ്മ അന്ന് എന്തായിരുന്നു ഇന്ന് എന്താണെന്നുള്ള പെക്യുലാരിറ്റി കാണിക്കുന്ന ഒരു വീഡിയോ. സോ എനിക്ക് പ്രൗഡാണ്. അതായത് അങ്ങനെ കിടന്ന ആളെയാണ് ഞാൻ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രൗഡ് എനിക്കുണ്ട്. സോ ആ വീഡിയോ അല്ല, ആ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. വെരി താങ്ക്സ് ടു യു ചേച്ചി. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ ഇതാണ്. അപ്പൊ ഇനി പോയിന്റിലോട്ട് വരാം. അങ്ങനെ അമ്മ അങ്ങ് കൊണ്ടുപോയി. പിന്നെ ഇന്നെ ഇടയ്ക്ക് ഡ്യൂറേഷനിൽ ഞാൻ കാണാനൊക്കെ പോയപ്പോൾ ആള് പെർഫെക്റ്റ്. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കാര്യമേ ഓർമ്മയില്ല. അന്ന് ഇങ്ങനെ നടന്നു എന്നൊക്കെ നമ്മൾ ഡോക്ടറോട് പറയുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ കാണാൻ ചെല്ലുമ്പോഴൊക്കെ അമ്മ ഇതുപോലെ ചിരിച്ചോണ്ടൊക്കെ ഇപ്പൊ ഈ കാണുന്ന ചിരിയില് ചിരിച്ചോണ്ട് വരും. ഒരു അങ്ങനെ ഒരു സംഭവം നടന്നായിട്ടേ ഓർമ്മയില്ല. അപ്പോ അത് കഴിഞ്ഞു. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് അമ്മ വീണ്ടും കൊണ്ടുവന്നു. ഇങ്ങനത്തെ കുറെ പരമ്പരകൾ തുടർന്നുകൊണ്ടിരുന്നു. മോനെ എടുത്ത് കിണറ്റിലിടണം, അല്ലെങ്കിൽ മോനെ എടുത്ത് ഭയങ്കരമായിട്ട് മോനോടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഒരിക്കൽ പോലും മോനെയോ ചേട്ടനെയോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പുറത്തൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിനക്ക് എന്താ ശോഭനെ മരുമോളോട് ഇഷ്ടം? ഒരാള് ചോദിച്ചിരുന്നു. അപ്പൊ അവളുടെ അവളുണ്ടെങ്കിലല്ലേ എനിക്ക് തിന്നും കുടിച്ചും കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ള മറുപടിയാണ് അമ്മ തന്നെ. അപ്പൊ കറക്റ്റ് ആണ്. കാരണം ഞാനുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു വസ്ത്രം ഇടാനോ എന്തിനും എന്നോട് ഇഷ്ടം വന്നതാണ്. അപ്പോ ഈ
കേട്ടോ. ഇപ്പൊ വീഡിയോ വരും, എല്ലാത്തിന്റെയും വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്, മുഴുവനായിട്ട് കണ്ടേക്കുക. ഓക്കെ, നമ്മൾ എല്ലാവർക്കും ടാറ്റ തരാവേ. ആ പോട്ട്, ആ പോട്ട്, ടാറ്റോട്, ടാറ്റോട്, ടാറ്റ, ടാറ്റ കൊടുക്കുന്നേ, ടാറ്റ കൊടുക്കുന്നേ, ടാറ്റ. ആ